ആദ്യമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ആർക്കുമുള്ള ഒരു സംശയമാണ് സ്റ്റോക്ക് ആണോ മ്യൂച്വൽ ഫണ്ട് ആണോ നല്ലത്. ഇത് തമ്മിലുള്ള വ്യത്യാസം വളരെ സിമ്പിൾ ആയിട്ട് 3 പോയിന്റ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കാം. നമ്പർ 1, ഓണർഷിപ്പ്. നമ്മൾ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയുടെ ഓണർഷിപ്പ് നമുക്ക് ലഭിക്കുന്നു. സോ ഓണർഷിപ്പ് ലഭിക്കുന്നതിലൂടെ കമ്പനിയുടെ ലാഭവിഹിതം, ബോണസ് ഷെയർസ് എന്നിങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളും നമുക്ക് ലഭിക്കും. ഇപ്പോൾ ഉദാഹരണം വെച്ചാൽ ടാറ്റ മോട്ടോഴ്സിന്റെ ഒരു ഷെയർ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. ആ ഷെയർ പർച്ചേസ് ചെയ്യുന്നതിലൂടെ ടാറ്റ മോട്ടോഴ്സിൽ ഒരു ഓണർഷിപ്പ് നമുക്കുണ്ടാകും. എന്നാൽ മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കൂട്ടം ഷെയർസ് അല്ലെങ്കിൽ അതുപോലെ മറ്റ് അസറ്റുകളിലാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. അവിടെ നേരിട്ടുള്ള ഓണർഷിപ്പ് നമുക്ക് ഉണ്ടാകില്ല. ഉദാഹരണം വെച്ചാൽ ടാറ്റ മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ ഒരു സ്കീമാണ് ടാറ്റ എത്തിക്കൽ ഫണ്ട്. ആ ഒരു എത്തിക്കൽ ഫണ്ടിൽ നമ്മൾ 1000 രൂപ നിക്ഷേപിക്കുമ്പോൾ ഏകദേശം 65ഓളം കമ്പനികളിലാണ് നിക്ഷേപം പോകുന്നത്. ഈ 65ഓളം കമ്പനികൾ നമുക്ക് ഓണർഷിപ്പ് ഉണ്ടാകില്ല. പോയിന്റ് 2, റിസ്ക്. നമ്മൾ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് റിസ്ക് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഉദാഹരണം വെച്ചാൽ ടാറ്റ മോട്ടോഴ്സിൽ നമ്മൾ 1000 രൂപ നിക്ഷേപിക്കുന്നു. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒറ്റ കമ്പനിയിൽ മാത്രമാണ്. സോ ആ കമ്പനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പണം നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നാൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികളിൽ നിക്ഷേപിക്കുന്ന സമയത്ത് ഒരു കൂട്ടം ഷെയർസിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ടാറ്റ എത്തിക്കൽ ഫണ്ട് നമ്മൾ ഒരു 1000 രൂപ നിക്ഷേപിക്കുമ്പോൾ ഏകദേശം 65ഓളം കമ്പനികളിലാണ് നിക്ഷേപം നടത്തുന്നത്. സോ നഷ്ടസാധ്യത കുറവാണ്. പോയിന്റ് 3, മാനേജ്മെന്റ്. നമ്മൾ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ മാനേജ് ചെയ്യണം. നമ്മൾ തന്നെ സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യണം. എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ വരുന്ന സമയത്ത് ഇത് മാനേജ് ചെയ്യാൻ ഒരു പ്രൊഫഷണൽ ഉണ്ട്. അവിടെ നമുക്ക് സ്റ്റോക്കുകളെ കുറിച്ചുള്ള അറിവോ അതുപോലെ തന്നെ നമ്മുടെ സമയമോ അവിടെ ചിലവാക്കേണ്ട ആവശ്യമില്ല. സോ നമ്മൾ തീരുമാനിക്കുമ്പോൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നല്ല അറിവുണ്ട്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് റിസർച്ച് നടത്താനും മറ്റും നല്ല സമയമുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതാണ്. കാരണം സ്റ്റോക്കുകളിൽ നിന്ന് കിട്ടുന്ന റവന്യൂ അത്ര വലുതായിരിക്കും. ഈ 2 കാര്യങ്ങളും നമുക്കില്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പിന്നെ വരുന്നത് മ്യൂച്വൽ ഫണ്ടാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു.